ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ദൈവമേറിയ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും. ഞാൻ അടുത്ത സമയത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു വലിയ എഴുത്തുണ്ടായിരുന്നു. ഞാൻ കുറേയേറെ പുസ്തകങ്ങൾ 10-20 അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥകളുണ്ട്, നോവലുകളുണ്ട്, വിവർത്തനങ്ങളുണ്ട്. ചാൾസ് ഡിക്കൻസിന്റെ പ്രസിദ്ധമായ ക്രിസ്മസ് കഥകൾ ഞാനാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. DC ബുക്സിന്റെ പുസ്തകം. അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് യേശുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നൊരു പുതിയ രീതിയിൽ, പുതിയ ഭാഷയിൽ ഒന്ന് എഴുതണമെന്നൊരു തോന്നലുണ്ടായി. അതിനുവേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള ഇംഗ്ലീഷിലെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അങ്ങനെ യേശുവിനെ കുറിച്ച് എഴുതുവാൻ, ഒരു പുതിയ ചരിത്രം എഴുതുവാനായിട്ട് ഞാൻ പേപ്പറും എല്ലാം പേനയും എടുത്ത് തയ്യാറായിരിക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് പോലും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യോർദാന്റെ തീരത്തേക്ക് ഓടി വരുന്ന ഒരു ചിത്രത്തോടു കൂടി ആരംഭിക്കണമെന്ന് വിചാരിച്ച് എഴുതിയപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നീ അത് എഴുതണ്ട. ദൈവം മറ്റൊരു ചിത്രം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ദ ഹോൾ പിക്ചർ ഓഫ് ദ ജനസിസ്. അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ജോസഫിന്റെയും ജീവിതത്തിന്റെ മുഴുവൻ ചിത്രം ദൈവം എൻ്റെ മുമ്പിൽ കാണിച്ചു. നീ അവരെ കുറിച്ച് എഴുതുന്നത്. ഞാൻ അവരെ കുറിച്ച് ഒരു നോവൽ എഴുതി. 460 പേജുള്ള ഒരു ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ എഴുതുകയായിരുന്നത്. ഞാനത് 462 പേജ് റിട്ടൺ പേജസ് ഉണ്ട്. പക്ഷേ അത് എഴുതിയപ്പോൾ 2 പേജിൽ മാത്രമാണ് ഞാൻ വെട്ടിത്തിരുത്തിയത്. ബാക്കി എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതുകയായിരുന്നു. അതും ഒരു കേട്ടെഴുത്തായിരുന്നു. പാട്ട് എഴുതുന്ന പോലെ ഒരു കേട്ടെഴുത്തായിരുന്നു, എഴുതി വെച്ചു. അതിന്റെ പബ്ലിക്കേഷനും കൂടി ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ ഒരു കൃതി വായിച്ചിട്ട് ഒരാളെങ്കിലും വേദപുസ്തകത്തിലേക്ക് ഒന്ന് തിരിയാൻ ഇടയായാൽ, ഒരാളെങ്കിലും വേദപുസ്തകം വായിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ എൻ്റെ ശ്രമം വിജയിച്ചു. അതാണ് എൻ്റെ ഉദ്ദേശം. അതിന്റെ ഒരു ഭാഗം. ഞാൻ എത്രത്തോളം നോവലിന്റെ ആ അന്തരീക്ഷത്തിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഖണ്ഡിക എന്ന് അല്പദിവസം നേരം ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിക്കും. അവിടുത്തെ സന്ദർഭം ഇതാണ്. ജോസഫ് 110 വയസ്സുള്ളവനായി മരിക്കും. തലമുറകളുടെ ആ യാത്രയിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ കാലം കഴിഞ്ഞ് ജോസഫിൽ വന്നപ്പോഴേക്കും ആയുസ് ചുരുങ്ങി വന്നു. 110 വയസ്സിൽ ജോസഫ് മരിക്കേണ്ടി വന്നു. ജോസഫ് മരിക്കുമ്പോൾ സഹോദരന്മാരെല്ലാം ഉണ്ട്. ബാക്കി യഹൂദ മുഴുവൻ, രൂപൻ മുതൽ യഹൂദം തുടങ്ങി എല്ലാവരും ഉണ്ട്. ആരുമില്ല, മരിച്ചിട്ടില്ല. ജോസഫ് മാത്രമാണ് ഏറ്റവും ഇളയ, ലാസ്റ്റ് ബട്ട് വൺ. ജോസഫ് മാത്രമാണ് മരിക്കുന്നതാണ്. ജോസഫ് ഇവരെയൊക്കെ വിളിച്ച് അവരോട് പറയുന്ന ആ സന്ദർഭമാണ്, സംസാരിക്കുന്ന സന്ദർഭമാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. സാധാരണ ഈ കമന്ററികളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ജനസീസ് ആരംഭിക്കുന്നത് സൃഷ്ടിയോടുകൂടിയാണെങ്കിൽ ജനസീസ് ഉൽപ്പത്തി അവസാനിക്കുന്നത് ശവപ്പെട്ടിയിലാണ് എന്നുള്ള ചിന്ത. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു 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 വേദപുസ്തക ദർശനമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കമന്ററി എഴുതിയവർക്കൊക്കെ കാണാൻ കഴിയാതെ പോയ ഒരു സത്യം ഞാൻ ഓർക്കുകയായിരുന്നു. വാസ്തവത്തിൽ എല്ലാവരും പറഞ്ഞു അതിന്റെ ജനസിസ് ഉൽപ്പത്തിയിൽ തുടങ്ങി അവസാനം ജോസഫിന്റെ അസ്ഥികൂടം അവർ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണല്ലോ 50-ാം അധ്യായം അവസാനിക്കുന്നത്. അതുകൊണ്ട് ശവപ്പെട്ടിയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുട്ടിന്റെ, നിരാശയുടെ, ഒരു പെസിമിസത്തിന്റെ ഒരു ദർശനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് എന്ന് ഒത്തിരി കമന്ററി എഴുതിയവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പലതും റെഫർ ചെയ്തപ്പോഴൊക്കെ അവർ കണ്ടത് വേദപുസ്തകം സൃഷ്ടിയിൽ ആരംഭിച്ച നിരാശയിലാണ് ഉൽപ്പത്തി അവസാനിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. ഉൽപ്പത്തി അവസാനിക്കുന്നത് ശവപ്പെട്ടിയിലാണെങ്കിലും അവിടെ ഒരു വലിയ പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം. എന്താണ് ആ പ്രത്യാശ എന്നാണ് അല്പനിമിഷം കൊണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോസഫ് സഹോദരന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞ കാര്യം, ഞാൻ മരിക്കുന്നു,
നിങ്ങളൊക്കെ ജീവനോടെ ഇരിക്കുകയാണ്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഗോഡ് വിൽ വിസിറ്റ് യു. ഐ ആം ഗോയിങ് ടു ഡൈ, ബട്ട് ഗോഡ് വിൽ വിസിറ്റ് യു. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശവശരീരം കൂടെ ഇവിടുന്ന് കൊണ്ടുപോയി വാഗ്ദത്ത ഭൂമിയിൽ അടക്കണം. 110 വയസ്സിൽ ജോസഫ് സ്വന്തം സഹോദരന്മാരോട് പറയുന്നത് 3 സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്നാമത്, കൺഫസിങ്, he tried to confess their faith. അവരുടെ വിശ്വാസം ഏറ്റുപറയുവാൻ അവർക്കൊരു അവസരം കൊടുത്തു. സഹോദരന്മാർ, നമുക്കറിയാമല്ലോ, ഈ സഹോദരന്മാരുടെ എല്ലാം ചരിത്രം നമുക്കറിയാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേല വെച്ച് ഈ സഹോദര സ്നേഹത്തിൽ പലപ്പോഴും മത്സരമുണ്ടായിരുന്നു. യഹൂദയും ബെന്യാമീനും ഒക്കെ ഒരു ഗ്രൂപ്പായിരുന്നെങ്കിൽ പോലും അവിടെയെല്ലാം ജോസഫിനെ വിൽക്കുന്ന കാര്യത്തിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജോസഫിനെ രക്ഷപ്പെടുത്തണമെന്ന് ബെന്യാമീൻ ആഗ്രഹിച്ചിരുന്നു, രൂപൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള അവസരം കൊടുക്കാതെ ജോസഫിനെ വിറ്റ് കാശാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്തെന്നാ ഡിസഗ്രിറ്റി, കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദീസ് ബ്രദേഴ്സ്, അത് നമുക്ക് കാണുന്നത്. പക്ഷെ അവരെല്ലാം ഈ ഈ ഡെത്ത് ബെഡിന്റെ അടുക്കൽ ജോസഫ് കൂട്ടിവരുത്തി. ജോസഫ് ഇസ്രായേലിലെ മിസ്രൈമിലെ ഏറ്റവും വലിയ രാജാവിന്റെ നെക്സ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ടു ദ ഫറോ. സാപ്പനത്ത് പനേഹ എന്നായിരുന്നു ജോസഫിന്റെ പേര് നമുക്കറിയാം. സാപ്പനത്ത് പനേഹ എന്ന് പറയുന്ന ആ ജോസഫ് മിസ്രൈമിലെ രണ്ടാമനായി വാണ് അവസാനിക്കുകയും. പക്ഷെ ഇപ്പോൾ സഹോദരന്മാരോട് പറയുന്നത്, നമ്മൾ ഓർക്കേണ്ടത്, മിസ്രൈമിന്റെ അധിപനായിരുന്നിട്ട് കൂടി, ഞാൻ എൻ്റെ ആ നോവലിൽ മിസ്രൈം മുഴുവൻ സഞ്ചരിച്ച് മിസ്രൈമിന്റെ ചരിത്രം മുഴുവൻ പഠിച്ച് മിസ്രൈമിലെ ജനങ്ങളുടെ സംസ്കാരം പഠിച്ച് ഒക്കെയാണ് ജോസഫ് ഈ അധികാരത്തിൽ വരുന്നതിന്, ആ സമയത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ സ്റ്റിൽ അപ്പോഴും ജോസഫിന്റെ വിശ്വാസവും പ്രത്യാശയും എവിടെ നിൽക്കുന്നു? വാഗ്ദത്ത ഭൂമിയിൽ. അന്യരാജ്യത്ത് ഉന്നതമായ പദവികളിൽ നിൽക്കുമ്പോഴും ജോസഫ് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ അവന്റെ ഹൃദയം സമർപ്പിച്ചിരിക്കുകയാണ്, അവന്റെ വിശ്വാസം സമർപ്പിച്ചിരിക്കുകയാണ്, അവന്റെ പ്രത്യാശ സമർപ്പിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ അത് ബോധ്യപ്പെടുത്തുകയാണ്, കൺഫസ് ചെയ്യിക്കുകയാണ് അവരെ കൊണ്ട്. ഇറ്റ് ഈസ് നോട്ട് യുവർ ലാൻഡ്. ഈ ഗോശൻ പ്രദേശത്ത് നിങ്ങൾ ജീവിക്കുകയാണ്. മിസ്രൈമിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശം, വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, ഗോശൻ ഭൂമി, ഫലഭൂയിഷ്ടമായ പ്രദേശം, ഫറവോനോട് ചോദിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച സ്ഥലം. ഞങ്ങൾ ഗോപാലകന്മാരാണ്, ഇടയന്മാരാണ്, ബാല്യം മുതൽ ഞങ്ങൾ ആടുമാടുകളെ മേയിക്കുന്നവരാണ്, വളർത്തുന്നവരാണെന്ന് ലജ്ജ കൂടാതെ ഫറവോനോട് പറയണമെന്ന് ജോസഫ് പറഞ്ഞു. ഇടയന്മാരെന്ന് പറഞ്ഞാൽ മിസ്രൈമർക്ക് പുച്ഛമായിരുന്നു, അവജ്ഞയായിരുന്നു. എന്നിട്ട് പോലും ഉന്നത ശ്രേണികളിൽ ഇരിക്കുന്ന ജോസഫ് സ്വന്തം പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞു, ഇടയന്മാരാണെന്ന് തന്നെ നിങ്ങൾ പറയണം, ലജ്ജിക്കാതെ. അത് പറഞ്ഞു. ഗോശൻ ഭൂമി അവർക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശം പോയി ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഫറവോൻ അവർ ഗോശനിലേക്ക് നടത്തി. അവിടെയാണ് അവർ ജീവിക്കുന്നത്. ആ അടിമത്തത്തിന്റെ കാലഘട്ടം മുഴുവൻ അവരവിടെ ജീവിച്ചു. പക്ഷെ അപ്പോഴും ഗോശന്റെ മണ്ണിൽ, സമൃദ്ധിയുടെ മണ്ണിൽ അവർ സമ്പന്നരായി മാറിയിട്ടും ജോസഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അവന്റെ സ്വപ്നം മുഴുവൻ ദൈവത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മരിക്കും, എൻ്റെ ശവശരീരം നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അത് അവിടെ അടക്കണമെന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയിപ്പിക്കുന്ന ഒരു കൺഫെഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. കൺഫെഷൻ മാത്രമല്ല, വി ക്യാൻ സീ എ കൺഫർമേഷൻ ഓൾസോ ദെയർ. അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്താ പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യം ചെയ്യും. ഒരു കൺഫർമേഷൻ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു കൺഫെഷൻ ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു കൺഫർമേഷൻ ആവശ്യമാണ്. ഇത് പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ, താവേ നിന്നിലുള്ള വിശ്വാസം ഞാൻ സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന് പറയുന്ന ഒരു കൺഫെഷൻ,
എന്റെ കുറവുകളുടെ ബലഹീനത. ഇസ്രായേൽ മക്കളെ കുറിച്ച് ചരിത്രം നോക്കൂ. അവരുടെ പിന്നീടുള്ള ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ കൺഫെഷന്റെ അർത്ഥത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൽ നിന്നും അകന്നകന്ന് ജീവിച്ച ഒരു കൂട്ടരാണ് അവർ. ദൈവത്തോട് മത്സരിക്കുന്ന, ശണ്ഠയിടുന്ന, കലഹിക്കുന്ന, ദുശാഠ്യമുള്ള ജനങ്ങൾ എന്നാണ് ഒരു പാട്ടുകാരന് വേദപുസ്തക ഭാഷ്യം വെച്ചുകൊണ്ട് പറയുന്നത്. ദുശാഠ്യമുള്ള ജനങ്ങൾ. പക്ഷേ ആ ദുശാഠ്യമൊക്കെ ഉള്ളപ്പോഴും ഒരു കാര്യത്തിൽ അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അവരുടെ ദൈവത്തെക്കാളും വലിയൊരു ദൈവം വേറെ ഉണ്ടെന്ന് ആര് പറഞ്ഞാലും ഇസ്രായേൽ മക്കൾ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ ദൈവമാണ് വലിയ ദൈവം. ദൈവത്തെ തൊട്ട് കളിക്കാൻ മറ്റൊരു സമൂഹത്തെയും ഇസ്രായേൽ മക്കൾ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ പിന്മാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിന്റെ പൂർണ്ണിമയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കൺഫെഷൻ. ജോസഫ് ആ കൺഫെഷനാണ് ആദ്യം ചെയ്യിപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ള ആ ഒരു, കർത്താവിൽ നിങ്ങൾ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. അത് കഴിഞ്ഞാണ് അത് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കേണ്ടതാണ്. വാസ്തവത്തിൽ നമ്മൾ തെറ്റുകൾ കാണിക്കുന്നു, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന നിമിഷങ്ങളിൽ മടങ്ങി വന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യേണ്ട ഒരാവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അനുദിനം നിമിഷം തോറും ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. രണ്ടാമത് കൺഫർമേഷൻ, ഉറപ്പിക്കുകയാണ് വിശ്വാസം. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്റെ അസ്ഥികൾ. മൂന്നാമത് വീണ്ടും ഒരു സീലാണ്, കണ്ടേജിയസ് ഫെയ്ത്ത്. confirmation of their confession of their faith, confirmation of their faith, and it was contagious one. വ്യാപിക്കുന്ന, വിദൂരതയിലേക്ക് വ്യാപിക്കുന്ന, പരക്കുന്ന, പടരുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമകളാക്കി സ്വന്തം സഹോദരന്മാരെ തീർക്കുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണാൻ പറ്റും. ആ കണ്ടേജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ പടർന്നു പിടിക്കുന്ന ആ വിശ്വാസം, വ്യാപരിക്കുന്ന ആ വിശ്വാസം ഏതുവരെ വ്യാപിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്? 1-2 ദിവസമാണോ? അല്ല. അവരുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയായിരുന്നു, അവരുടെ പ്രത്യാശയുടെ ദൂരം എത്രയായിരുന്നു എന്ന് മനുഷ്യർക്ക് അളക്കാൻ കഴിയാത്ത വിധത്തിൽ ആഴമേറിയതും ദൂരമേറിയതുമായിരുന്നു. കാരണം ആ ആഴമേറിയ വിശ്വാസത്തിൽ നിന്നാണ് അവരുടെ പ്രത്യാശ യാത്ര ചെയ്തത്. എത്ര ദിവസം ആ പ്രത്യാശ യാത്ര ചെയ്തു? 1 ദിവസമാണോ? 2 ദിവസമാണോ? 1 മാസമാണോ? 2 മാസമാണോ? 1 വർഷമാണോ? 2 വർഷമാണോ? 430 വർഷം ആ പ്രത്യാശയുടെ യാത്ര. സൂപ്പർസീഡിങ് ഹോപ്പ്. കാലഘട്ടങ്ങളെ അതിശയിച്ച് 430 വർഷത്തിന് അവസാനത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ശവപ്പെട്ടിയിൽ നിന്ന്, ഒരു ഡെത്ത് ബെഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യാശയുടെ യാത്രയാണെന്ന് ഓർക്കണം. It started from a deathbed, but it was a superseding hope. നൂറ്റാണ്ടുകളെ അതിശയിക്കുന്ന ഒരു പ്രത്യാശയുടെ യാത്രയായിരുന്നു. നമ്മുടെ പ്രത്യാശയ്ക്കൊക്കെ എത്ര ദൂരമുണ്ട്. നാളത്തെ കുറിച്ച് പോലും നമുക്കൊരു പ്രത്യാശയില്ലാത്തവരാണ് നമ്മൾ. അടുത്ത നിമിഷങ്ങളിൽ പോലും നമുക്ക് പ്രത്യാശയില്ലാത്തവരാണ്. But the hope of Joseph and the hope of the people of Israel, it went far ahead. It was a superseding faith, hope. കാലഘട്ടങ്ങളെ അതിശയിച്ച പ്രത്യാശയുടെ. നമുക്കറിയാം, ആവർത്തന പുസ്തകം, എക്സോഡസ്, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. പറയുന്നു, അന്ന് രാത്രിയിൽ അവർ യുദ്ധസന്നദ്ധരായി, 430 വർഷത്തിന് ശേഷം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടപ്പോൾ they carried the words of Joseph. It shows their faith and hope. ജോസഫിന്റെ അസ്ഥികൂടം അടക്കം ചെയ്യപ്പെട്ടിരുന്ന ശവപ്പെട്ടി കൂടെ അവരെടുത്തു. ആ രാത്രിയിലെ തിടുക്കപ്പെട്ട രാത്രിയിലാണല്ലോ പുറപ്പെട്ടത്. കുറെ പേരുടെ കയ്യിൽ കുന്തമുണ്ട്, പന്തമുണ്ട്. എന്നാൽ 4, 5, 6 പേര് ജോസഫിന്റെ ശവശരീരം ഞാൻ ഈ നോവൽ എഴുതിയപ്പോൾ എഴുതിയിട്ടുണ്ട്. അവര് യാത്ര ചെയ്തു, ചെങ്കടലിന്റെ തീരത്ത് വന്നു.
പ്രതിസന്ധിയിലാണ്. മുമ്പോട്ട് പോകാനൊക്കെ പുറകോട്ട് പോകാനോ? ഫറവോൻ പറയും, മുമ്പിൽ ചെങ്കടൽ, എന്ത് ചെയ്യണം? ഈ ഗുരുമാല എന്തിനാ നമ്മുടെ തോളെ ഇരിക്കുന്നത്? ഒരു ഒറ്റ ഏർ എറിഞ്ഞ ശേഷം അവർക്ക് പോകാമായിരുന്നില്ലേ? They never threw it. അവരത് എറിഞ്ഞില്ല. ചെങ്കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഇതെന്തിനാ ചുമന്നു നടക്കുന്നു പറഞ്ഞ് ചെങ്കടലിൽ അത് ഇടാമായിരുന്നു. They did not do that. മരുഭൂമിയിൽ, വിൽഡർനെസ്സിൽ അവർ 40 years താമസിച്ചു. എന്തെല്ലാം പ്രതിസന്ധികളാണ്! വെള്ളമില്ല കുടിക്കാൻ, ഭക്ഷിക്കാൻ ആഹാരമില്ല, മാംസമില്ല. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഈ വയ്യാവേലിയുടെ എന്തിനാ ചുമക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ മണൽക്കൂമ്പാരങ്ങളിൽ എവിടെയെങ്കിലും ജോസഫിന്റെ ഈ അസ്ഥികൂടം അവർക്ക് കുഴിച്ചിടാമായിരുന്നു. They never did it. That shows their faith. That shows their hope. This coffin is the symbol of the hope of Israel. Amen. ഇസ്രായേൽ ജനതയുടെ പ്രത്യാശയുടെ പ്രതീകമാണ് അത്. വെറും ഒരു ശവപ്പെട്ടിയല്ലത്. It is not just a coffin. It is a symbol of hope of Israel. അതെന്തേ ഈ കമന്റേറ്റേഴ്സ് ഒന്നും കണ്ടില്ല? കാലഘട്ടങ്ങളിലേക്ക് വ്യാപരിച്ച് പോകുന്ന ജോസഫിന്റെ പ്രത്യാശയുടെ ബോൺസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. അവിടെ നിന്ന് വ്യാപരിക്കുന്ന ആ പ്രത്യാശയുടെ യാത്ര. അവസാനം ശെഖേമിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറഞ്ഞു, ശെഖേമിൽ ജോസഫിന് വീതം വെച്ച് കിട്ടിയ സ്ഥലത്ത് ജോസഫിന്റെ അസ്ഥികൂടം ആ ശവപ്പെട്ടി അടക്കുന്നത് വരെ. നമുക്കറിയാം, യോർദാൻ കടന്നപ്പോഴും അവരത് വലിച്ചെറിഞ്ഞില്ല. യോർദാൻ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു നദി പോലെയൊന്നുമല്ല, പെരിയാർ പോലെയുമല്ല. നാഴികളോളം നീളമുള്ളതാണ് അതിന്റെ വീതി തന്നെ. അത്തരം യോർദാൻ പെരുകി ഒഴുകുമ്പോൾ അതിന്റെ ഇടയിലൂടെ യോശുവയുടെ നേതൃത്വത്തിൽ കടക്കുമ്പോഴും വേണമെങ്കിൽ നാട് കടക്കുന്നു, ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ, അത് മതി എന്ന് പറഞ്ഞ് എഴുതി മാറ്റി. അവരുടെ പ്രത്യാശ അവർ ഉപേക്ഷിച്ചില്ല. വാഗ്ദത്ത ഭൂമിയിൽ കടന്നു. യെരിഹോ കോട്ടയിലാണല്ലോ, പിടിക്കാനാണല്ലോ ആദ്യം ചുറ്റി നടന്ന 7 ദിവസം. They carried the burdens of Joseph. Hallelujah. Hallelujah. അതാണ് ജോസഫ്. അതാണ് ഇസ്രായേൽ മക്കളുടെ വിശ്വാസം. അതാണ് ഇസ്രായേൽ മക്കളുടെ പ്രത്യാശ. They still keeps it. They keep it. അവരിന്നും അത് സൂക്ഷിക്കുന്നു. നമ്മൾ ഈ സംഘർഷങ്ങളുടെ കഥയൊക്കെ വായിക്കുമ്പോഴും ജുവിനോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. സംഘർഷങ്ങളുടെ കഥയൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സംതിങ് ബിഹൈൻഡ് ദം ടു ലീഡ് ദം. വാട്ട് ഈസ് ദാറ്റ്? ദ ഹോപ്പ് that was given by God through Joseph. അതാണ്. ഒരു പലസ്തീനും ഒരു ഗാസായും ഒന്നും അല്ല അവരുടെ പ്രശ്നം. A hope is pushing them forward to reach the promised land. പ്രത്യാശയുടെ അനന്ത സാധ്യതകൾ, പ്രത്യാശയുടെ അനന്തമായ യാത്ര. 430 വർഷം കൊണ്ട് അവസാനിച്ചില്ല ആ പ്രത്യാശയുടെ യാത്ര. Still it goes. ഇപ്പോഴും അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രത്യാശയുടെ ഉടമകളായി തീരുവാൻ കഴിയും. കർത്താവേ, ഐ ഡു ഹോപ്പ്. ഞാൻ നിന്റെ പ്രത്യാശ. ഞാൻ ജീവനോട് പറഞ്ഞ യാത്രയിൽ പറയരുത്, യേശുവിലാണ്. യേശു എന്ന ഒറ്റ ഒരു വ്യക്തിയിലാണ് ഇതെല്ലാം. ദ ഹോപ്പ്, ദ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ആൻഡ് സാൽവേഷൻ എല്ലാം യേശുവിൽ കേന്ദ്രീകരിച്ചു. നമുക്ക് ആ യേശുവിൽ നമ്മുടെ പ്രത്യാശ കണ്ടെത്തും. ആ യേശുവിൽ നമ്മുടെ വിശ്വാസം സമർപ്പിക്കും. ആ യേശുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് കഴിയും. 77 വരെ ഞാനൊരു രാഷ്ട്രീയക്കാരൻ. മധ്യ കേരളം മുഴുവൻ ഓടി നടന്ന് തീപ്പൊരി പ്രസംഗം നടത്തിയ രാഷ്ട്രീയക്കാരൻ. ഞാൻ ജോലി ചെയ്ത കോളേജ് ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ 113 ദിവസം അടപ്പിച്ചിട്ടയാളാണ് ഞാൻ. 103 ദിവസം ബിഷപ്പ് കോളേജ് അടപ്പിച്ചിട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിച്ച ഒരാളാണ്. സമരസമിതിയുടെ ചെയർമാനായിരുന്നു ഞാൻ.
ഞാൻ ആണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ദൈവത്തിൻ്റെ സ്റ്റിൽ സ്മോൾ വോയിസ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടു. ഞാൻ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചു. ഒരു പുരോഹിതൻ പറഞ്ഞു, കുഞ്ഞുവനെ ആ പണിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. എന്നെ അച്ഛനാകാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. തിയോളജി പഠിക്കാൻ കണ്ണമൂല സെമിനാരിയിൽ എക്സ്റ്റേണൽ സ്റ്റുഡൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ക്ലാസ്സിൽ ഞാൻ പോകാൻ തുടങ്ങി. ഒരു ദിവസം ആ കോളേജിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസർ ഡോക്ടർ വിജയൻ അച്ഛനും ഞാനും കൂടെ ആട്ടാക്കടയിൽ ഒരു കൺവെൻഷന് പോകാനിടയായി. അദ്ദേഹം ഞാൻ ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു. ബീഡി പഠിച്ചാലുള്ള ഗുണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി. കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ആയിരുന്നു, ഉദ്ഘാടക പ്രസംഗം നടത്തി. ഞാനത് കഴിഞ്ഞ് എൻ്റെ മെയിൻ മെസ്സേജ് കൊടുത്തു. ഞങ്ങൾ മടങ്ങി അതേ കാറിൽ വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ബീഡി പഠിക്കുന്നതിന്റെ ഗുണമെല്ലാം പറഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞു, കോശിത്തലയ്ക്ക് സാറേ, ഐ ഹാവ് എൻ അഡ്വൈസ് ഫോർ യു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ? സാർ ഇനി ബീഡിക്ക് പഠിക്കണ്ട, സാർ ഇനി ബീഡി പഠിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അങ്ങ് സ്വീകരിച്ചു. ബീഡി പഠിത്തം അങ്ങ് നിർത്തി. അല്ലെങ്കിൽ ഒരു ബീഡി കൂടെ നമ്മുടെ ചുമലിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരച്ഛൻ നിമിത്തം പുരോഹിതനാകാതെ പോയി, ഒരച്ഛൻ നിമിത്തം ബീഡി പഠിത്തം നിർത്തി. പക്ഷെ ഒരച്ഛന്റെ മരണം രൂപാന്തരപ്പെടാൻ എന്നെ സഹായിച്ചു. കർത്താവിന്റെ ദാസനായി തീരുവാൻ, അവന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞങ്ങളുടെ കോളേജിലെ ചാപ്ലിനായിരുന്ന പോത്തത്തിൽ അച്ഛൻ മരിച്ചത് ജൂലൈ 6 7 അദ്ദേഹത്തിന്റെ ശവടം. പ്രിൻസിപ്പൽ പറഞ്ഞു, സാർ ട്യൂണലിന്റെ എല്ലാ ചുമതലകളും വഹിക്കണം. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അതുകൊണ്ട് കോളേജിന്റെ ഒരു അംബാസിഡർ പോലെയാണ്. കോളേജിന്റെ കാര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാർ എന്നെ അറിയത്തുള്ളൂ, എന്നെ സമീപിക്കത്തുള്ളൂ. കാരണം ഒരു പബ്ലിക് ലൈഫ് ഉണ്ടായിരുന്ന ഒരേ ഒരു കോളേജ് അധ്യാപകനാണ് ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, KC മാത്യു അച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു, സാർ തന്നെ ചുമതല. ഞാൻ അതെല്ലാം ചെയ്തു. അവസാനം അച്ഛനെ കുളിപ്പിച്ചത്, അച്ഛനെ ഡ്രസ് ചെയ്യിച്ചത്, ഇതെല്ലാം ചെയ്തു. അവസാനം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുഴിയിൽ ശവശരീരം നിൽക്കുമ്പോൾ I heard a still small voice within me. ഏലിയാവ് ഹോരേബിന്റെ മുടിയിൽ കേട്ടതുപോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആരാണ് ഈ കോളേജിൽ ഇനി എന്റെ സാക്ഷ്യമായി? ഞാൻ മാത്രം കേട്ട ശബ്ദമാണ്. ജനാവലികൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ആ സമയത്ത് ആ കുഴിമാടത്തിന്റെ അരികിൽ നിന്ന് ഞാൻ മാത്രം കേട്ട ഒരു ശബ്ദം, Who is next to witness me? എന്നെ സാക്ഷിക്കാൻ ഇനി ആരുണ്ട്? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിവിടെയുണ്ട്, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ ദിവസം മുതൽ ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്റെ സ്വപ്നങ്ങളൊക്കെ മാറി. MLA ആകണം, MP ആകണം, മന്ത്രിയാകണം, കേന്ദ്രമന്ത്രിയാകണം എന്നൊക്കെ ആഗ്രഹിച്ചവനാണ് ഞാൻ. ഒക്കെ ആകുമായിരുന്നു. ഒരു ക്ഷണം കൊണ്ടല്ലേ ലക്ഷ്യങ്ങളെല്ലാം മാറി. എന്റെ മുമ്പിൽ എന്റെ കർത്താവും അവന്റെ സ്നേഹ സാമ്രാജ്യവും മാത്രം. മാവേലിക്കര കൊട്ടാരത്തിലെ ഒരു വർമ്മ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കോശിത്തലയ്ക്ക് സാർ, നിങ്ങളങ്ങ് കേന്ദ്രം വരെ ചെല്ലുമെന്നാ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനേക്കാളും വലിയൊരു സാമ്രാജ്യത്തിലാണ് ഇപ്പോൾ എന്ന്. കൊട്ടാരത്തിലെ ഒരു വർമ്മയാ പറഞ്ഞത്, നിങ്ങൾ കേന്ദ്രം വരെ എത്തുമെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നില്ല. എന്നാൽ രാജാവിന്റെ സാക്ഷ്യം വഹിക്കുക. ഞാൻ എവിടെയെല്ലാം പോയി രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടുണ്ടോ, ഏതെല്ലാം തിരുക്കോണുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം പോയി പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ചത് മാറിപ്പോകുന്ന നേതാക്കന്മാരെ കുറിച്ചാണെങ്കിൽ മറാത്തോനായ രാജാവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ സാക്ഷ്യം പറഞ്ഞത്. ഐ ഹാഡ് എ സ്റ്റിൽ സ്മോൾ വോയിസ്. ഞാനൊരു മലയാളത്തിൽ അത്യന്തം മൃദുവായ ശബ്ദം എന്നാണ് പറയുന്നത്. അത്യന്തം മൃദുവായ ശബ്ദം. നമുക്ക് ഈ വിശ്വാസത്തിന്റെ യാത്ര തുടരും. ജോസഫ് സഹോദരിമാരെ കൊണ്ട് കൺഫസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഒരു കൺഫെഷൻ ഉണ്ടാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കൺഫർമേഷൻ ഉണ്ടാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ടേജിയസ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം വ്യാപരിക്കുന്ന വിശ്വാസമായി തീരട്ടെ. ലോകമെമ്പാടും അയൽവക്കങ്ങളിലൂടെ, നമ്മുടെ സ്നേഹിതരിലൂടെ വ്യാപരിക്കുന്ന, നൂറ്റാണ്ടുകളിലേക്ക് വ്യാപരിക്കുന്ന
ഒരു പ്രത്യാശയുടെ ഉടമകളായി നാം തീരട്ടെ. 430 വർഷത്തിന് ശേഷം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 210 വർഷം ജോസഫിന്റെ മരണമൊക്കെ കഴിയുമ്പോൾ ബാക്കി വരുന്നുള്ളൂ. ആ സമയം ശേഖേമിൽ ജോസഫിന്റെ അസ്ഥികൾ അടക്കുവാൻ ആരാണ് ചെയ്തത്? ജോസഫിന്റെ സ്വന്തം സഹോദരന്മാരായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു ഉറപ്പിച്ചെങ്കിലും അത് തലമുറകൾ രാഷ്ട്രീയക്കാർ പറയുന്ന തലമുറകൾ കൈമാറി 430 വർഷത്തിന് ശേഷം ജോസഫ് എന്ന് പറയുന്ന പണ്ടങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു വല്യപ്പന്റെ പ്രതിജ്ഞയും ആജ്ഞയും സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത ഇസ്രായേൽ ജനത ഇന്നും ആ പ്രത്യാശയുടെ യാത്രയാണ് തുടരുന്നത്. നമുക്കതിനെ ആ വിധത്തിൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ഇസ്രായേൽ ജനതയുടെ ആ വിശ്വാസം, ആ പ്രത്യാശ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏത് വിഷയം സംസാരിച്ചാലും ചോദിക്കാറുണ്ട്, ഹൗ ഡീപ് യുവർ ഫെയ്ത്ത് ഈസ്, ഹൗ ഫാർ യുവർ ഹോപ്പ് ഈസ്. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹൗ ഡീപ് യുവർ ഫെയ്ത്ത് ഈസ് ആൻഡ് ഹൗ ഫാർ യുവർ ഹോപ്പ് ഈസ്. ദൈവം നമ്മളെ അവന്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട്.